ഹൈക്കോടതി എടുത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ടാവുമല്ലോ, കോൾ ഫോർ ചെയ്യാലോ. അവരും പല കേസുകൾ അന്വേഷിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിച്ച് കണ്ടെത്താലോ. അങ്ങനെ മിടുക്കരും സത്യസന്ധരുമായ ഒരു അന്വേഷണ ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കട്ടെ. തെളിവ് PV അൻവർ ലോറി കൊണ്ടേ കൊടുക്കും. എങ്ങനെ? ലോറിയിൽ. ഇനി ഒരു തെളിവ് വലിക്കാൻ കൊടുക്കൂല. അത് കിട്ടുന്ന ചാരി ഇരിക്കും വേണ്ട. ഇതൊന്ന് മാറി തിരിഞ്ഞ് വേറെ ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. കൊടുത്തത് തന്നെ പലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അൻവറാക്ക തെളിവ് പുറത്തു വിടുവോ, തെളിവ് പുറത്തു വിടുക ചാരം നിൽക്കണ്ട. ഓരോന്നും വിടണില്ല. ഇവരൊന്ന് അന്വേഷിച്ച് പോട്ടെ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത റൗണ്ട് കോടതി വരട്ടെ. അപ്പം നമുക്ക് ആലോചിക്കാം. എന്താ അപ്പം ഇനിയുണ്ട്. നിങ്ങളും കുഴങ്ങിക്കണ്, ഞാൻ കുഴങ്ങിയിട്ടില്ല. എൻ്റെ കാല് ധരിക്കണില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ താനൂരൊക്കെ നമുക്ക് പറയാൻ നിൽക്കുകയാണ്. CBI ഒന്ന് അന്വേഷിക്കട്ടെ. എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ പച്ചയായ പ്രപഞ്ചമായ സത്യമല്ലേ. ഇവനെന്തായിരുന്നു പണി? ഈ മോഹൻദാസിന് തൊട്ടിലിൽ ടാറ്റ വാവാവു മോനെ വാവാവോ, സുജിത്ദാസ് മോനെ വാവാവോ. 3 കൊല്ലാട്ടി, 3 കൊല്ലം. എന്നിട്ട് എൻ്റെ നെഞ്ഞത്ത് കയറാൻ വരിക. മര്യാദയ്ക്ക് മിണ്ടാതോടെ ഇരുന്നോളണം. എന്താ മോഹൻദാസ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഫോണ് ചോർത്തിയതിനാ സങ്കടം. ആരെങ്കിലും ചെയ്യുമോ? എന്തൊരു വൃത്തികേടാണ് ചെയ്തത്. മലന്ന് കടന്ന് തുപ്പാണ്. മലന്ന് കടന്ന് തുപ്പണവനെ അവൻ്റെ മുഖത്തേക്ക് എന്നത് വരുന്നത്. ഞാൻ നേർക്കുന്നേരം ഇങ്ങനെ തുപ്പുക, അതെൻ്റെ മുഖത്തേക്കല്ല വരിക. ഒരു ജില്ലാ സെക്രട്ടറി പറയാ MLA മലന്ന് കടന്ന് തുപ്പാന്ന്. മലന്ന് കടന്ന് തുപ്പിയിട്ട് അത് വീണ്ടും ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ വിളിച്ചത്? കോമാളി. PV അൻവർ MLA കോമ്രേഡല്ല, കോമാളി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറയുന്നുണ്ട്. എനിക്കും അത്ഭുതമായി. എന്താണ് പടച്ചനെ ഇങ്ങനെ എന്നെ കോമാളി വിളിക്കുന്നത്? അപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം നാട്ടിൽ.